ഹായ് മക്കളെ, +1 പരീക്ഷയൊക്കെ കഴിഞ്ഞ് +2 ക്ലാസ്സുകളൊക്കെ ആൾറെഡി ആരംഭിച്ചിട്ടുണ്ടാവില്ലേ. +2 2027 +2 ബോർഡ് എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഇറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളുടെ വലിയൊരു ലോകത്തെയാണ്. +2 ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിലേക്ക് നിങ്ങൾ വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ +2 ബോർഡ് എക്സാമും അല്ലെങ്കിൽ ഒരു ബോർഡ് എക്സാമും എൻട്രൻസ് എക്സാമുകളും നമുക്കറിയാം മെയിൻലി പ്രധാനപ്പെട്ട 2 എൻട്രൻസ് എക്സാമുകളാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക. ഒന്ന് നീറ്റ്, 2 ജെഇ. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ജെഇ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു മെഡിക്കൽ ആസ്പിരൻ്റ് ആണെങ്കിൽ നീറ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഈ 2 പ്രൊഫഷൻ അല്ലാതെ +2 സയൻസ് എടുത്തൊരു കുട്ടിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലേ, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നീറ്റിനോ ജെഇക്കോ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായി മാറും. അതുകൊണ്ടാണ് നീറ്റും ജെയും പ്രത്യേകം എടുത്തു പറയുന്നത്. എന്ന് വെച്ചാൽ നീറ്റിനോ ജെഇക്കോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് നീറ്റോ ജെഇയോ മാത്രമല്ല ക്രാക്ക് ചെയ്യാൻ പറ്റുക, അതിന് താഴെ ബാക്കിയുള്ള എക്സാമുകളൊക്കെ ഇതിന് താഴെയാണ് ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. അപ്പോൾ അതിന് താഴെ വരുന്ന ഏത് +1 +2 സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ബോർഡ് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും 2 പ്രിപ്പറേഷനാണോ നമുക്ക് വേണ്ടത്? രണ്ടും 2 ആണോ? സിലബസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും പ്രിപ്പറേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും സ്ട്രാറ്റജി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഒക്കെ രണ്ടും 2 ആണോ? നമുക്കൊന്ന് ഡിഫറൻസുകളൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ബോർഡ് എക്സാമും എൻട്രൻസ് എക്സാമുകളും അതിലൊരു നമ്മുടെ നോളജ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2ൻ്റെയും സിലബസ് NCERT സിലബസ് ആണ്. +1 +2 NCERT സിലബസ് ആണ്. അപ്പോൾ പിന്നെ 2നും ഒരേ കാര്യങ്ങളല്ലേ നമ്മൾ പഠിക്കേണ്ടേ? ഒരേ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ബോർഡ് എക്സാമിന് നോർമലി നമ്മളൊരു പെരിഫറൽ ലെവലിൽ മാത്രമാണ് നമ്മൾ കണ്ടന്റ് പഠിച്ചു പോകേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ബേസിക് ഐഡിയ കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് വേണം, അതുപോലെ നമുക്ക് ഡെറിവേഷൻസ് വേണം, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പുകൾ നമുക്കറിയണം, കൃത്യമായ സ്റ്റെപ്പുകൾ എഴുതി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി. കാരണം ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. ഇതേ സംഗതി ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും? NCERTയിലെ ഈച്ച് ആൻഡ് എവറി ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും എൻട്രൻസിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് അല്ല. നമുക്കറിയാം ബോർഡ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ ഭൂരിഭാഗവും ഡിസ്ക്രിപ്റ്റീവാണ്. ഭൂരിഭാഗവും എന്ന് ഞാൻ പറഞ്ഞത് ചില ചോദ്യങ്ങളൊക്കെ MCQs വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഭൂരിഭാഗവും ഡിസ്ക്രിപ്റ്റീവാണ്. പക്ഷേ എൻട്രൻസിൻ്റെ ചോദ്യങ്ങൾ അങ്ങനെയല്ല, MCQs ആണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഡെറിവേഷൻസ് ആവശ്യമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ഫോർമുല മാത്രം മതി. അവിടെ നിങ്ങൾക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ തരുന്ന സമയത്ത് അവിടെ നിങ്ങളോട് ഒരിക്കലും നിങ്ങൾ ഏത് സ്റ്റെപ്പാണ് ഫോളോ ചെയ്തത്, എത്രത്തോളം സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് ആണെന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. അവിടെ ആകെ ചെക്ക് ചെയ്യപ്പെടുന്നത് എത്രത്തോളം വേഗത്തിൽ നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തി എന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ആക്യുറൻസി, നിങ്ങൾക്ക് എത്രത്തോളം ഷോർട്ടായിട്ട് ആ ചോദ്യത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് മാർക്കിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബോർഡ് എക്സാമിന് നിങ്ങൾ എഴുതിയ ഒരു ആൻസർ തെറ്റിപ്പോയി എന്ന് വിചാരിക്കും, ആ ആൻസറിൻ്റെ മാർക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ചോദ്യത്തിന് 0 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ എൻട്രൻസിന് അങ്ങനെയല്ല. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ബിഗ് ട്രാപ്പ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആൻസർ തെറ്റിപ്പോയാൽ, നിങ്ങൾ ആൻസർ എഴുതിയില്ലെങ്കിൽ 0 മാർക്കാണ്. ആൻസർ തെറ്റിപ്പോയാൽ അതിന് -1 ആണ്. അതായത് ഒരു നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നെഗറ്റീവ് വരുന്നത് നിങ്ങൾ ആൾറെഡി സ്കോർ ചെയ്ത് ശരി ഉത്തരത്തിൻ്റെ മാർക്കിൽ നിന്നാണ് നിങ്ങളുടെ ഈ മാർക്ക് എന്ത് ചെയ്യുന്നത്, കുറഞ്ഞു പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ട്രാപ്പ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഈ 2 പരീക്ഷകളുടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്താലോ. ഇപ്പോൾ ബോർഡ് എക്സാമിന് നമുക്കറിയാം കഴിഞ്ഞൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. കാരണം വലിയ മാറ്റങ്ങളൊന്നും ഡിഫിക്കൽട്ടി ലെവലിൽ ഉണ്ടാവില്ല. ഒരു എന്താ പറയുക, ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമാണ് ബോർഡ് എക്സാമിൻ്റെ ചോദ്യങ്ങളിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക. പക്ഷേ എൻട്രൻസ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ അങ്ങനെയല്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ആ കൺസെപ്റ്റിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നതല്ല, പകരം അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതിനെയായിരിക്കും എൻട്രൻസ് പരീക്ഷകളിൽ കൂടുതലും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെയും നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആക്യുറസിയെയും ഒക്കെ ആയിരിക്കും അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല എൻട്രൻസിന് വേണ്ടത്. എൻട്രൻസിന് വേണ്ട സ്പീഡോ, എൻട്രൻസിന് വേണ്ട ആക്യുറസിയോ അല്ലെങ്കിൽ ആ ഷോർട്ട് കട്ട് മെത്തേഡുകളോ ഒന്നും ബോർഡിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഉണ്ടാവില്ല.
ഇനി എൻട്രൻസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്താലോ? അപ്പോൾ ബോർഡ് എക്സാമിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സംഗതി ഒരേ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരേ സിലബസ് ഒക്കെ ആണെങ്കിലും ബോർഡ് എക്സാമിന്റെ ചോദ്യങ്ങൾ നമ്മൾ നേരിടുന്നത് വേറൊരു മെത്തേഡിലൂടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസർ ചെയ്തുള്ള കഴിവ് എൻട്രൻസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കട്ടുകൾ മാത്രമേ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ, ബോർഡിന് വേണ്ട സ്റ്റെപ്പുകളൊന്നും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആക്ച്വലി ശരിയായ ഒരു കാര്യമല്ല. രണ്ടും ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ 2027 +2 ബോർഡ് എക്സാമിനൊപ്പം ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ബോർഡ് എക്സാമിന് +2 സിലബസ് മാത്രമല്ലേ പഠിക്കാനുള്ളൂ? നീറ്റ് JEE പോലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് +2 സിലബസ് മാത്രമാണോ? അല്ല, +1 സിലബസ് കൂടിയുണ്ട്. അപ്പോൾ +1 കൂടി റിവൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ +1 കൂടി റിവൈസ് ചെയ്ത് +2 ബോർഡ് എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നീറ്റ് JEE പോലുള്ള ഓൾ ഇന്ത്യ കോമ്പറ്റീവ് എക്സാമുകൾ കൂടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള സൈലത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് കേട്ട് കാണും, നിങ്ങൾ സൂപ്പർ കിങ്സ് ബാച്ച് എന്നാണ് ആ ബാച്ചിൻ്റെ പേര്. സോ സൂപ്പർ കിങ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ബോർഡ് എക്സാമിൻ്റെ റിവിഷന് വേണ്ടി നമുക്ക് കിട്ടും, എൻട്രൻസ് എക്സാമുകളുടെ റിവിഷന് വേണ്ടി നമുക്ക് കിട്ടും. സോ ഞാൻ പറഞ്ഞതുപോലെ ബാലൻസ്ഡായി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ബോർഡിന് വേണ്ടിയും എൻട്രൻസിന് വേണ്ടിയും 2027 എന്ന് പറയുന്നത് നിങ്ങളുടെ ഗംഭീര വർഷമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.